മിഷന് വേണ്ടി ജനത്തെ ബിൽഡ് ചെയ്യത്തക്കവണ്ണം ഞാൻ ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13-28 13 മുതൽ 28 വരെ അന്ത്യോക്യയിൽ നിന്ന് പൗലൂസ് സെലൂക്കിയയിലേക്കും, സെലൂക്കിയയിൽ നിന്ന് പൗലൂസ് സൈപ്രസിലേക്കും, സൈപ്രസിൽ നിന്ന് സലമീസിലേക്കും, സലമീസിൽ നിന്ന് പാഫോസിലേക്കും, പാഫോസിൽ നിന്ന് പംഫുല്യായിലേക്കും, പംഫുല്യായിൽ നിന്ന് പിസിദ്യ അന്ത്യോക്യയിലേക്കും, പിസിദ്യ അന്ത്യോക്യയിൽ നിന്ന് ഇക്കോനിയിലേക്കും, പിന്നെ അവിടുന്ന് ലുസ്ത്രയിലേക്കും, പിന്നെ അവിടുന്ന് ദർബയിലേക്കും അങ്ങനെ വേല ചെയ്തു. പിന്നെ തിരിച്ച് ലുസ്ത്രയിൽ നിന്ന് റിട്ടേൺ വന്ന് താൻ അന്ത്യോക്യയിലേക്ക് വന്നത് എൻ്റെ ഫസ്റ്റ് മിഷൻ യാത്ര അവസാനിക്കുന്നു. അങ്ങനെ മിഷണറി യാത്രകളോട് ബന്ധപ്പെട്ട് അപ്പോസ്റ്റലനാകുന്ന പൗലൂസിനെയും ടീമിനെയും ദൈവം ഉപയോഗിച്ചത് ശക്തമായി കർത്താവ് തന്ന നിയോഗത്തിനനുസരിച്ച് ജനത്തോട് കൈമാറാനുള്ള ഒരു അവസരം കർത്താവ് തരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ കർത്താവിലേക്ക് വേലയ്ക്ക് ഡെഡിക്കേറ്റഡ് ആവുകയും ഒത്തിരി പേര് വേലയിൽ നിന്ന് ശക്തമായി ശോഭിക്കുന്നു. ഉണർവിന് വേണ്ടി ദൈവം അവരെ പല സ്ഥലങ്ങളിൽ പല ഭാഷക്കാരുടെ നടുവിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഗാറോ ഭാഷയിൽ തുടങ്ങിയ ഒരു ശുശ്രൂഷയാണിത്. മേഘാലയയിൽ ഗാറോ ഭാഷക്കാർക്ക് വേണ്ടിയാണ് ആദ്യം നമ്മളിത് ചെയ്ത് 26 ഡിസൈപ്പിൾസ് അവിടെ പുറത്ത് വരുവാൻ കർത്താവ് കൃപ നൽകി. നമ്മുടെ കർത്താവ് നല്ലവനാണ്. പല ഭാഷക്കാരെ ആ നിലയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പരിശുദ്ധാത്മാവ് സമയം തരുന്നുണ്ട്, അവസരങ്ങൾ അനുവദിക്കുന്നു. അതിനോട് ബന്ധപ്പെട്ടാണ് രാജൂറ വില്ലേജിൽ മഹാരാഷ്ട്രയിൽ വന്ന് മറാഠി ദൈവദാസന്മാർക്ക് വേണ്ടി ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവ് അവസരങ്ങൾ തരുന്നു. ഇൻഡോറിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ജോമൻ പാസ്റ്ററും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളൊരു ടീമായിട്ട് പോയ ആ ശുശ്രൂഷ നിർവഹിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.